അബു ഹസൻ ഹിയർ. ഏത് നിമിഷം ആക്രമണം ഉണ്ടായേക്കാം. ബി റെഡി. സംശയകരമായ ചുറ്റുപാടി ആരെ കണ്ടാലും മനുഷ്യനും മൃഗമാലും വിടണ്ട. മൃഗങ്ങളെ വെറുതെ വിട്ടേക്ക്. ഡിപ്പാർട്ട്മെന്റ് തന്നെ പോലുള്ളവരുണ്ടല്ലോ. താൻ തമാശകളാ. ഓവർ. അയ്യോ സാർ, നമ്മുടെ റേഞ്ചിന് അപ്പുറത്താവർ. തൊട്ടടുത്തല്ലേടോ? അല്ല സാർ, സാർ ആ ബൈനാക്കുലർ മാറ്റിയിട്ട് നോക്കണം. സോറി. അബു ഹസൻ ഹിയർ. ആ ചിൽഡ്രൻസ് പാർക്കിനടുത്തുള്ള വെള്ളപൂശിയ ബിൽഡിംഗ് ഏതാണ്? ഹോട്ടൽ മയൂര. എങ്കിൽ നമ്മുടെ ടീമെല്ലാം അങ്ങോട്ട് നിൽക്കട്ടെ. ലഞ്ച് കഴിക്കാനെന്നോ? സ്റ്റെപ്പേഡ്. 2 കള്ളന്മാർ പൈപ്പ് ലൈൻ വഴി ഇറങ്ങുന്ന ഞാൻ കാണുന്നു. കോഷൻ കോഷൻ. അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. നമ്മുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയ ബാങ്ക് കൊള്ളക്കാരായിരിക്കും അവർ. പൈപ്പ് നന്നാക്കുന്നു വരുന്നോ? എന്നെ പഠിപ്പിക്കേണ്ടതാൻ. മൂവ്. ദിസ് ഈസ് മൈ ഓർഡർ. ഓവർ ഓവർ. കഴിഞ്ഞ 6 മാസമായി നിന്നെ ഞാൻ തപ്പിക്കൊണ്ട് നടക്ക്. ഇവനെ പൊക്കിയുള്ള ഒതുക്ക്. അബു ഹസൻ, എല്ലാം റെഡിയായോ? യെസ് സർ. ടെൻഷന് വാച്ച് കെട്ടാനും മറന്നു. സമയം എന്തായി? ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ബി റെഡി. യെസ് സർ. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് സിറ്റി ടൈഗേഴ്സ് നമ്മുടെ വലയിൽ വീഴും. ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറായിക്കൊള്ളുക. ഓവർ ഓവർ. ഓക്കെ സർ. അബു ഹസൻ, എമർജൻസി എത്തിക്കഴിഞ്ഞു. കഷ്ടിച്ച് 1 സെക്കൻഡ് മാത്രം. സിറ്റി ടൈഗേഴ്സ് വരാൻ സമയമായി. ഓവർ ഓവർ. വേഷം മാറി വന്നിരിക്കുകയാണല്ലേ. നാട്ടുമ്പുറത്തേരുടെ വേഷത്തിൽ വന്നാൽ ഞാൻ മനസ്സിലാക്കില്ലെന്ന് കരുതിയോ വിട്ടികളെ? അബു ഹസൻ, നീ റെഡി? സിറ്റി ടൈഗേഴ്സ് എത്തിക്കഴിഞ്ഞു. മുന്നിൽ നടക്കുന്ന കൊമ്പൻ മീശക്കാരൻ വയസ്സിന്റെ കയ്യിൽ വാക്കിംഗ് സ്റ്റിക്കുള്ള സാധനമുണ്ട്. അത് മോസ്റ്റ് മോഡേൺ മെഷീൻ ഗണ്ണാണ്. തേങ്ങാ പോലൊരു സാധനം കയ്യിലുള്ളത് ഡൈനാമിറ്റോ ബോംബോ ആയിരിക്കും. അവരുടെ മൂവ്മെന്റ് ശ്രദ്ധിക്കുക. ഇനി എങ്ങനാ പോകേണ്ടത് പണിക്കരെ? എങ്ങോട്ടാന്ന് ചോദിച്ചാ കിഴക്കോട്ടെന്നല്ലേ പ്രശ്നത്തെ കണ്ടത്. കിഴക്ക് എവിടെ? അതിപ്പോ എങ്ങനെ? കിഴക്ക് അലിഞ്ഞാറ് കിട്ടിയാ പറയായിരുന്നു കിഴക്ക് എവിടെയാന്ന്. എന്താ ഒന്നുകൂടെ നോക്കാ പണിക്കരെ. നടന്ന് തളർന്നു. ഓ വയ്യേ വയ്യ. നോക്കാനൊന്നും ഇല്ല, എന്നാലും തമ്പുരാന് വേണ്ടി ഒന്നുകൂടി നോക്കാം. അമ്മേ നാരായണ. അല്ലാ, ബോംബ് വയ്ക്കാനുള്ള ശ്രമമാണല്ലോ. എന്താ അവരുടെ ഉദ്ദേശം? ഓവർ ഓവർ. ഹലോ, ബോംബ് ബോംബ്. ഓവർ ഓവർ. കണ്ടില്ലേ തെളിഞ്ഞിരിക്കണത്? ഇനിയും കിഴക്കോട്ട് തന്നെയാ. ഇനി കിഴക്കോട്ട് പോയ അറബിക്കടലിലെത്തും. എന്ന് തുടങ്ങിയ നടപ്പാണ്. നടപ്പാണ്. എപ്പോഴാ തീരുക? ഇനി ഉടനെ കണ്ടുകിട്ടണത് വരെ. എന്താ എന്താ ഇനിയിപ്പൊ കിഴക്ക് എവിടാന്ന് എങ്ങനെ അറിയാ? കിഴക്ക് ഓടോ. അതാ നിക്കണം. അതവർ എംആർസിയെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. അവർ മൂവ് ചെയ്ത് തുടങ്ങി. Come on, arrest them. Fire! അയ്യോ എന്റെ അച്ഛൻ. മാറ്റടാ തോക്ക്. നിന്നെ ഒന്നും എന്റെ കൈ കിട്ടില്ലെന്ന് വിചാരിച്ചോ? ഈ മീശപ്പൊക്കെ അടുത്തിട്. എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ രാമേന്ദ്ര? ഒന്നും മിണ്ടാതിരിടാ അവിടെ. ഈ വലയെ കുടുങ്ങോ? ശരിക്കും പിടിച്ചോണം നീ ഇത്. ഇനിയിപ്പോ എങ്ങനെയാ താഴോട്ട് ഇറങ്ങ? എങ്ങനെ കയറി അതുപോലെ ഇറങ്ങണം. ശരിക്കും പിടിച്ചോളാം രാമേന്ദ്ര. ശരിക്കിട്ടില്ല. ഹലോ ഹലോ, അബു ഹസൻ ഹിയർ. എന്നെ ഒരു വല വീശി പിടിച്ചിരിക്കുകയാണ്. പ്ലീസ് ഹെൽപ്പ്, പ്ലീസ് ഹെൽപ്പ്. വേർ ആർ യു?
ബോംബ്! Where are you? അമ്മా! അല്ലാ! എവിടെയാണ് കൊലപാതകം നടന്നത്? Where is the dead body? ശവം എവിടെ? ഒന്നില്ല അർദ്ധപ്രാണനാക്കിട്ട് പോയി. എവിടെ? ഞങ്ങളല്ലാതെ സാർ. Arrest them! അല്ല ആ പെൺകുട്ടിയെ പിടിച്ചോണ്ട് പോയി പെൺകുട്ടി എവിടെ? തട്ടിക്കൊണ്ട് പോയി തട്ടിക്കൊണ്ടുപോകാൻ അറിയോ? അറിയാം ഏയ്! ഒരു കറുപ്പ് കാറിലാ കൊണ്ടുപോയത്. കറുത്ത കാറില് കറുപ്പ് കാർ. Come on, chase the കറുപ്പ് കാർ. Hurry up, hurry up. Come on. ആ കാറാ കൊണ്ടുപോയ കറുത്ത കാറില് chase ചെയ്യണോ? Hurry up, come on. 365 എന്റെ പുറകെ വരണ്ട. ബൈപ്പാസിലൂടെ chase ചെയ്യ്. Over. Fast. Speed up. നീല ജീപ്പ് എന്റെ പുറകെ വരണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ബൈപ്പാസിലൂടെ ചേസ് ചെയ്യൂ. ആരാ ഇവൻ? ഓവർ. Fire the black car. Cross. Hurry up. Come on. Stop. Hey, MRC, stop! MRC, stop! Pursue! Catch him! Stop, MRC! എന്താ MRC? ഓട്ടം പ്രാക്ടീസ് ചെയ്യാണോ? ഞാൻ എന്റെ മകളെ അന്വേഷിച്ചിട്ട് ഞങ്ങളും നിങ്ങളുടെ മകളെ അന്വേഷിച്ചിറങ്ങിയത്. ഞങ്ങളെ കണ്ടപ്പോ നിങ്ങൾ എന്തിനാ ഓടിയത്? ഓടിയത് ഞാൻ എന്റെ മകളെ ഞാൻ മൂത്രമൊഴിക്കാൻ ഓടിയത്. മൂത്രത്തെക്കാൾ വലുതല്ലേ മകൾ? നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ, നമുക്ക് അന്വേഷിക്കാം. ഇല്ല, ഈ കിഡ്നി ട്രബിൾ ഉണ്ട്. കിഡ്നി 2 ഉണ്ടല്ലോ, മോൾ 1 ഉള്ളൂ. ഞങ്ങളുടെ കൂടെ വരൂ, നമുക്ക് അന്വേഷിക്കാം. എന്റെ മകളെ കിട്ടിയ എന്നെ തന്നെ ഏൽപ്പിക്കണേ. പിന്നെ വേറെ ആരെ ഏൽപ്പിക്കാൻ? കമോൺ, എന്റെ കുഞ്ഞുകൂടെ എവിടെ? കമോൺ തമ്പുരാൻ, കമോൺ. Hurry up. കിഡ്നി അല്ല MRC. കുടിക്കോ? രക്ഷപ്പെട്ടോ? I say you stop there! Stop it! Stop it! David, Nico! Stop! Nikat! எங்கிட்ட இருந்து தப்ப முடியாது. உன்னை நான் தெரியும். ഒന്നോട് ഹലോ ഇന്ത്യ Here!
പോലീസ് വിവരറിഞ്ഞു. മാർച്ച് 17 കാണാതായ കേണൽ നമ്പ്യാരുടെ ഭാര്യ ലീല, മെയ് 4 കാണാതായ ബാങ്കർ മൂസ ഹാജിയുടെ മകൾ സുഹറ, ജൂൺ 12 13 ഇടയ്ക്ക് സെന്റ് മൈക്കൽസ് കോൺവെന്റിൽ നിന്ന് അപ്രത്യക്ഷരായ നീന നീത്തു എന്ന 2 പിഞ്ച് പെൺകുട്ടികൾ. പറയടാ, ഇനിയും തെളിവുകൾ കിട്ടിയിട്ടില്ലാത്ത മേൽപ്പറഞ്ഞ കിഡ്നാപ്പിംഗ് കേസുകൾ മുഴുവൻ ചെയ്തത് നിങ്ങളല്ലേ? Tell me. Come on. ഏയ്, എന്തൊക്കെയാ നിങ്ങൾ പറയണത്? ഒരു പിടിയും കിട്ടലില്ല. വേണ്ട, സിറ്റി ടൈഗേഴ്സ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സാമൂഹ്യ വിരുദ്ധരെ ഈ അബു ഹസന്റെ മുന്നിൽ ഒന്നും മറച്ചു വെക്കണ്ട. ഈ വിവരക്കാട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടറെ. Your bloody mouth, kidnapper. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? എവിടെയാ പെൺകുട്ടി? പെൺകുട്ടിയല്ല, ആൺകുട്ടിയാണ്. ഓഹോ, അപ്പൊ ആൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്തോ? എവിടെയാ അവർ? Where are they? Tell me the truth. വീടും വിട്ട് പ്രായമായ അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ ഓടിപ്പോയ എന്റെ ഏക മകൻ കുഞ്ഞുകുട്ടനെ അന്വേഷിച്ചിറങ്ങിയവരാ ഞങ്ങള്. 30ാമത്തെ പിറന്നാളിന് മുമ്പായി വാഹനാപകടം ഉണ്ടാവാൻ യോഗ ഉണ്ടെന്നാണ് ജാതകത്തിൽ. വണ്ടിയും കാറൊക്കെ ഉള്ള സ്ഥലല്ലേ, എന്ത് പറ്റിയെന്നറിയാൻ വന്നതാ. ജീവൻ പോയിട്ടില്ലെങ്കിൽ തിരിച്ചു വിളിച്ചോണ്ട് പോണം. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലഞ്ചേരി ഭഗവതി ആണ് സത്യം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? വാ തുറക്കാൻ സാർ സമ്മതിച്ചിട്ട് വേണ്ടേ? അല്ലേ വലിയ രാമൻ നായരെ? അതെ, ചെറിയ രാമൻ നായരെ. ക്ഷമിക്കണം, ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. അതുപോട്ടെ അങ്കിൾ, നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും. ഇന്നു മുതൽ എന്റെ മുഴുവൻ അല്ല പകുതി ശ്രദ്ധ ഈ കേസിലായിരിക്കും. ബാക്കി പകുതി ഞാൻ മറ്റൊരു കേസിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. എവിടെയാ നിങ്ങളുടെ മകൻ? അതല്ലേ ഞങ്ങൾ ഇങ്ങനെ തേടി നടക്കണത്. ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? തമ്പുരാനെ, ഫോട്ടോ ഫോട്ടോ. ചെല്ല ചെല്ല. ഫോട്ടോ. പിഞ്ചു കുഞ്ഞാണല്ലേ? അയ്യോ അല്ല, 30 വയസ്സാകാൻ പോവാ. ഓഹോ, ഇത് കുഞ്ഞുനാളിലെ ഫോട്ടോവാ, അത് വെച്ചങ്ങ് കണക്കൂട്ടിയാ മതി. ഓഹോ, ഇപ്പൊ കണ്ടാ എങ്ങനെ ഇരിക്കും? വല്യമ്പുരാനെ മുറിച്ച മുറി. ശരി, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. എത്രയും വേഗം മകനെ കണ്ടുപിടിക്കാൻ പടച്ചോ നമ്മളെ സഹായിക്കട്ടെ. ഞാനും സഹായിക്കാം. ഓ, വാ സാറേ, വാ, നമുക്ക് പാലത്തിനപ്പുറത്തേക്ക് പോവാം. ആണത് കൊള്ളക്കാർ, കൊലപ്പുള്ളികൾ, ഭീകരന്മാർ ഇവരോടുള്ളതുപോലെ ആയിരിക്കില്ല നിന്നെപ്പോലുള്ള സദാചാര വിരുദ്ധരോടുള്ള എന്റെ സമീപനം. അണ്ടർസ്റ്റാൻഡ്? സാർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ എന്തിനാ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? ഞങ്ങൾ തപ്പിക്കൊണ്ടുവന്നിട്ടുള്ളവരാരും ഇന്നേ വരെ കുറ്റം സമ്മതിച്ചിട്ടില്ല. ഞങ്ങൾ സമ്മതിപ്പിക്കാറാണ് പതിവ്.
You are arrested for immoral traffic under the railway bridge. ഈ സ്റ്റേഷൻ ഏരിയ ആകെ ഒന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്കിയ ശേഷമേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അപ്പൊ സാറിന് ഇവിടെ ബാല്യക്കാരുടെ You പണിയാണ്. dirty എവനെ പിടിച്ച് ലോക്കപ്പിൽ തള്ളു. யாருது കുഞ്ഞിക്കണ്ണ്. തള്ളി ഉക്കാർ തള്ളി ഉക്കാർ. ഈ കേസ് കേട്ടനെ ലോക്കപ്പിലാക്ക്. ശരി സർ. സാർ എന്താ വേറെ മുറിയില്ലേ ഇവിടെ കിടക്കാൻ? ഉണ്ടല്ലോ, AC മുറി ഉണ്ട്, തന്നെ അങ്ങോട്ടാക്കാം. മര്യാദയ്ക്ക് ഇറങ്ങി കിടക്കണോ? Shut up, you rascal. നിന്റെ മുഖം കണ്ടല്ലറിയ ഒരു ക്രിമിനലാണെന്ന്. സാർ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, അത് കേട്ടിട്ട് തീരുമാനിച്ചാൽ മതി അവനെ വിടണോ വേണ്ടയോ എന്ന്. പറ, സത്യം മാത്രമേ പറയാവൂ. ലോകത്തിൽ എന്തിനേക്കാളും ഏറെ എന്റെ കൂട്ടുകാരൻ സ്നേഹിക്കുന്നത് അവന്റെ അച്ഛനെയാണ്. ആ അച്ഛന് ദാരിദ്ര്യം നിറഞ്ഞ വാർദ്ധക്യ കാലത്തിൽ കുറച്ച് നല്ല നാളുകൾ സമ്മാനിക്കാൻ എന്ത് ജോലിയും ചെയ്ത് പണം ഉണ്ടാക്കാനായിട്ടാ അവൻ നഗരത്തിൽ വന്നത്. കഷ്ടപ്പെട്ട് എല്ലുനുറുകെ അവൻ കൂലിവേല ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇന്നലെ ഒരു ടെലഗ്രാം കിട്ടുന്നത്. എന്തായിരുന്നു ടെലഗ്രാമിൽ? അവന്റെ അച്ഛൻ മരിച്ചുപോയെന്ന്. എന്താ, അവന്റെ അച്ഛൻ മരിച്ചെന്നോ? അതെ സാർ, ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ ഇന്നലെ അവനെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോവായിരുന്നു. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് ഭക്ഷണം മേടിക്കാൻ ഞാനൊന്ന് പോയപ്പോഴാണ്. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇത് എന്നോട് പറഞ്ഞില്ല? എങ്ങനെ പറയും സാർ, അതിന് ഞാൻ അവരോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ലാ, ഐ എം സോറി. നിയമനിർവഹണത്തിനിടയിൽ എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു. ഞാൻ അയാളെ ലോക്കപ്പിലിട്ടു. അത് ഒരു കള്ളനോട്ടടിക്കാരന്റെ കൂടെ. ആരാണ് സാർ? അറുമുഖം ചെട്ടിയാർ, ഒരു പിടിയിട്ടാ പുള്ളി. കുറെയേറെ കേസുകൾ തെളിയാനുണ്ട്. അടുത്തങ്ങും പുറത്തിറങ്ങില്ല. താങ്ക് യു സാർ. എന്തിന്? ഇങ്ങനെയുള്ള ഘാതകരകത്താക്കിയതിന് ഒരു പൗരനെന്നുള്ള നിലയ്ക്ക് താങ്ക് യു. വരൂ. മൈ കണ്ടോളൻസ്. കുഞ്ഞിക്കുട്ട, രാമേന്ദ്ര ചെട്ടിയാര്. വരൂ. സാറേ, കാലത്ത് ഓബ്രോയ്, ഉച്ചയ്ക്ക് ഗ്രാൻഡ്, വൈകിട്ട് ലക്കി സ്റ്റാർ. ഇവിടെ വരുന്ന കാര്യം മാത്രം പറഞ്ഞില്ലല്ലോ. പാവങ്ങളെ പറ്റിക്കും ആലോചിക്കണം. കുറച്ചാൽ ഇവിടെ തന്നെ കാണുമല്ലോ. കാണാം, വരട്ടെ. നാണോ ഇല്ലല്ലോടാ നിനക്ക്? എന്റെ കണ്ണൊന്നും തെറ്റിയില്ല. അതിനുമുമ്പ് അവൻ പാലത്തിന്റെ അടി കയറിയിരുന്നു. രാമേന്ദ്രൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആ പിശാച് എന്റെ അടുത്തേക്ക് വരികയാണ് ഉണ്ടായത്. ഓ പിന്നെ, നീ എത്ര വലിയ കാമദേവനാണല്ലോ, കണ്ട അവിടുന്ന് പെണ്ണുങ്ങളെ കൊണ്ട് ഓടി വരാൻ. ദേ ഒരു കാര്യം പറയാം, ഈ സ്വഭാവം കൊണ്ട് നീ എന്റെ കൂടെ നടന്ന എന്റെ തടി കേടാവും. ഭിക്ഷ എടുത്തെങ്കിലും വണ്ടിക്കൂലിക്കുള്ള കാശ് ഒപ്പിച്ചു തരാം. ഒന്ന് സ്ഥലം ഒഴിവാക്കി തരാമോ? എന്താ രാമേന്ദ്ര നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഇനി എങ്ങോട്ട് പോവാനാ? നമുക്ക് ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു പോയാലോ? ഹോട്ടലിലെ കാശ് നിന്റെ അച്ഛൻ കൊടുക്കോ? ബ്ലഡി ഫൂൾ. രാമേന്ദ്രൻ എന്റെ അച്ഛനെ പറയരുത്. പറയും, ഇനിയും പറയും. മഹാബൂർസ്വാസി കള്ള മൂരാച്ചിയാണ് നിന്റെ അച്ഛൻ. നാട്ടുകാരെ പറ്റിച്ച് കുറെ പൂത്തി വെച്ചിട്ടുണ്ടല്ലോ. വല്ല കള്ളന്മാരടുത്തും പറഞ്ഞാൽ മതി, എല്ലാം കൂടെ അരിഞ്ഞു കൊണ്ടുപോകും. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ഇനി ആരുടെ കാല് പിടിച്ച കിടക്കാൻ ഒരു ഇടം കിട്ടുക? രാമേന്ദ്ര, ഈ ബോംബെ പാർട്ടിയോ ലക്നോ പാർട്ടിയോ വിചാരിച്ചാൽ താമസിക്കാൻ ഒരു സ്ഥലം എവിടെയെങ്കിലും കിട്ടില്ലേ? എനിക്കൊരുമാതിരി ചൊറിഞ്ഞു കയറി വരുന്നുണ്ട് കേട്ടോ. നീ കാരണം നാട്ടിലേക്ക് പോകാൻ കൂടി വയ്യാതായി. അവസാന കൈയായിട്ട് താമസത്തിന് ഒരു സൗകര്യം കൂടി തൽക്കാലം ശരിയാക്കാൻ പോവാ. 1-2 ദിവസത്തേക്ക്. അവിടെയും എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ച നിന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും. വാടക്കിഴങ്ങ. മറിയോ?
എന്താ ഇത്? എന്തിനാ കരയുന്നേ? അല്ല അതിലെന്ത് ഇൻസ്പെക്ടർ, എന്റെ മോള്. നോ 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 നോ. ആ കണ്ണുകൾ തുടയ്ക്കാം മാർസി. ഒരു മകള് നഷ്ടപ്പെട്ട അച്ഛന്റെ വികാരം എനിക്കറിയാം. ഞാൻ ഉറപ്പ് തരുന്നു, അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ മകളെ ഞാൻ ഇവിടെ എത്തിക്കും. അതോർക്കുമ്പോഴേക്ക് കൂടുതൽ വിഷമം. എന്താ, മകള് തിരിച്ചു വരുന്നുണ്ടോ? അതല്ല, അവളെ രക്ഷിക്കാനുള്ള നിങ്ങളുടെ ശ്രമത്തിനിടയ്ക്ക് അവക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഇൻസ്പെക്ടർ. എന്താ ഇത് മാർസി? കൊച്ചുകുട്ടികളെ പോലെ പ്ലീസ്. സിറ്റി ടൈഗേഴ്സ് ആയിരിക്കും. അല്ല, അത് സെയിൽ ടാക്സി ഞാൻ എടുക്കാം. സിറ്റി ടൈഗേഴ്സ്. ആ, സെയിൽസ് ടാക്സ് അല്ല, സിറ്റി ടൈഗേഴ്സ് ആണ്. ആ, ഇങ്ങനെ MRCയുടെ ശബ്ദത്തിൽ ഞാൻ സംസാരിച്ചോളാം. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? MRC ആണല്ലോ. എന്താ ടൈഗറിന് സംശയം തോന്നുന്നുണ്ടോ? എന്തായി തീരുമാനം? നാളെ പറഞ്ഞ സംഖ്യ തരാൻ പറ്റുമോ? തരാമല്ലോ. നാളെ എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. അപ്പൊ കുറച്ചു മുമ്പ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഏത് കയറോഫില? അങ്ങനെ പറഞ്ഞു. തരില്ല എന്ന് പറഞ്ഞോ? കള്ളം പറയാ ടൈഗർ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കേട്ടതിൽ തെറ്റിയതായിരിക്കും. ആ, എന്ത് പുല്ലെങ്കിലും ആവട്ടെ. അപ്പൊ നാളെ എങ്ങനെ എക്സ്ചേഞ്ച്? അത് നാളെ രാവിലെ കൃത്യം 7 മണിക്ക് സുഭാഷ് നഗറിലുള്ള ചതുപ്പ് നിലത്തിനടുത്ത് ഞാൻ പെട്ടിയുമായി എത്താം. ഏത് പെട്ടി? പണപ്പെട്ടി. അവിടെ പുള്ളിയുടെ മകളുമായി. ആരുടെ മകള്? എന്റെ മകള്, ഏക മകൾ ആശ. നിങ്ങൾ അവളുമായിട്ട് അവിടെ എത്തണം. ശരി, അപ്പൊ നാളെ രാവിലെ സുഭാഷ് നഗറിൽ കാണാം. നല്ല ബുദ്ധി തോന്നിന് നന്ദി. MRC പോലീസോ പട്ടാളോ വല്ലോ ഉണ്ടെങ്കിൽ. അയ്യോ, ഒരിക്കലും ഇല്ല. എന്നെ വിശ്വസിക്കൂ, MRC ആണ് പറയുന്നത്. ഇപ്പൊ എവിടുന്നാ വിളിക്കുന്നേ? ഞങ്ങൾ ഓഫീസിൽ നിന്നാ. ആ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് വിളിക്കാനാ. അവിടുത്തെ ഫോൺ നമ്പർ എത്ര? അത് 354. അതൊക്കെ പൂഞ്ഞാറ്റി ചെന്ന് പറഞ്ഞാ മതി. പൂഞ്ഞാർ. സിറ്റി ടൈഗേഴ്സ് ആവശ്യപ്പെട്ട കാശ് റെഡിയാക്കിക്കൊള്ളുക. അള്ളായുടെ കൃപയുണ്ടെങ്കിൽ നാളെ രാവിലെ എല്ലാം ശുഭമായി അവസാനിക്കും. പണമെന്ന് പറഞ്ഞ 1.5 ലക്ഷം. ഉം. ഈ മോളിലും താഴെ നോട്ട് വെച്ചിട്ട് ഇടയ്ക്ക് പേപ്പർ വെച്ചാ പോരെ? നോ 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 നോ. ഇപ്പോഴത്തെ കിഡ്നാപ്പേഴ്സിനെ മിസ്റ്റർ MRCക്ക് അറിയില്ല. ദേ ആർ സയന്റിഫിക്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അവരത് കണ്ടുപിടിക്കും. പരീക്ഷണത്തിന് മെനക്കെടണ്ട. പണം റെഡിയായിക്കൊള്ളുക, ഇല്ലെങ്കിൽ മോള് ക്ലീൻ ഔട്ട്. അയ്യോ, എന്റെ മോള്. കരയല്ലേ MRC, കരയല്ലേ? അല്ല, നാളെ രാവിലെ പിടികിട്ടുമല്ലേ? 3.5 തരം. അതിനുവേണ്ട എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓവർ.